ഈ ദിവസങ്ങളിലെ ഗോസ്പലിൽ ഈശോ ഫരിസേരെ നിയമജ്ഞരെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ ഈശോ അവരെ വഴക്ക് പറയുമ്പോൾ എന്തിന് ഈശോ അവരെ വഴക്ക് പറഞ്ഞ് നമ്മൾ ചിന്തിക്കും. കാരണം അവിടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞ പ്രവാചകന്മാർക്ക് വേണ്ടി ഇവർ സ്മാരകങ്ങൾ പണിതു, കല്ലറകൾ പണിതു. അതിനെന്തിനാ ഇവർ വഴക്ക് പറയുന്നത്? നല്ല കാര്യമില്ല. അവരുടെ അപ്പന്മാർ ചെയ്ത തെറ്റിനെ തിരുത്തിക്കൊണ്ട് മക്കൾ അവരെ ആദരിക്കുന്ന നല്ല കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എന്തിനാ ഈശോ അവരെ വഴക്ക് പറഞ്ഞേ? കാരണം ഈശോക്ക് അവരുടെ മനസ്സ് കാണാൻ പറ്റുമായിരുന്നു. ഇവരിങ്ങനെ കല്ലറകൾ പണിയും ഇവരെന്താ പറയുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ അപ്പന്മാരെ പോലെയല്ല. ഈ കാലഘട്ടത്തിലാണ്, ഞങ്ങളുടെ സമയത്താണ് പ്രവാചകന്മാർ വരുന്നതെങ്കിൽ ഞങ്ങൾ അവരെ കൊന്നുകളില്ലായിരുന്നു, അവരെ ആദരിച്ചാനെ, അവർ പറഞ്ഞ് ഞങ്ങൾ കേട്ടാനെ. അപ്പോൾ ഇവർ പ്രകടമായിട്ട് അവരുടെ അപ്പന്മാരെ തള്ളിപ്പറയാണ്. പിന്നെ ഈശോയ്ക്ക് ഇവരുടെ മനസ്സ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം പ്രവാചകനല്ല, ദൈവത്തിൻ്റെ മകൻ തന്നെയാണ് അവരുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഈശോയുടെ അവരെങ്ങനെ പെരുമാറിയത്? ഈശോയുടെ അവരെങ്ങനെ പെരുമാറാൻ പോകുന്നത്? അവർ തന്നെ ക്രൂശിലേറ്റുമെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈശോ പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്ന കപടതയാണ്, നിങ്ങൾ ഈ സ്മാരകങ്ങൾ പണിയുന്നതൊക്കെ വേഷം കെട്ടാണ്. എന്തിനാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചത്? പ്രവാചകന്മാരെ ദൈവം അയച്ചത് അവരെ ആൾക്കാർ വെനറേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സ് തിരിയാൻ വേണ്ടിയാണ്. അത് ജനങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ച് നോക്കിയേ. സഭ നമുക്കൊരുപാട് വിശുദ്ധരെ തന്നിട്ടുണ്ട്. നമുക്കൊരുപാട് വിശുദ്ധരുടെ രൂപങ്ങളുണ്ട്, ഷ്രൈൻസ് ഉണ്ട്, നൊവേനകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട് വിശുദ്ധരെ വെനറേറ്റ് ചെയ്യുന്നൊരു നാടാണ്. എന്തിനാണ് സഭ നമുക്ക് വിശുദ്ധരെ നൽകിയിട്ടുള്ളത്? ആ വിശുദ്ധർ പറയുന്നത് കേൾക്കാനാണ്. അവരുടെ ലൈഫിൽ ഹീറോയിക്ക് ആക്ട്സ് നമ്മളൊക്കെ ഇങ്ങനെ അനുകരിക്കാനാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് ഈ വിശുദ്ധരുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പൂമാലയിടുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു നന്മ അവരുടെ ലൈഫിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? പലപ്പോഴും അതിനെതിരെയാണ് നമ്മൾ നടക്കുന്നത്. എന്നിട്ടും നമ്മൾ കൊണ്ട് പൂമാലയിടുമ്പോൾ നമ്മൾ ശരിക്കും അവരെ ഇൻസൾട്ട് ചെയ്യല്ലേ? അതിനല്ലേ കപടതയെന്ന് പറയാം.